ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നാടൻ വിഭവങ്ങളുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് മറ്റൊരു മനോഹരമായ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഒരു കോംബോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് 2 എന്ന് തന്നെ പറയാം. ഓക്കെ, ക്രിസ്മസ് ഫീസ്റ്റ് പാർട്ട് 2 അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താറാവ്, ഒരു നാടൻ താറാവ് കറി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നാടൻ താറാവാണ്, ബ്രോയിലർ അല്ല. ഇനി ബ്രോയിലർ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ഒരു നാടൻ രീതിയിലുള്ളൊരു കറിയും, പിന്നെ ഒരു അപ്പം വിത്ത് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ സാധാരണ പാലപ്പം ചെയ്യുന്ന പോലെയും ചെയ്യാം, അതല്ലാണ്ട് വട്ടയപ്പം പോലെയും ചെയ്യാം. സെയിം ബാറ്റർ, ഒരു മാറ്റമില്ലാണ്ട്. ഇപ്പം അപ്പം തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ, ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അരച്ച് മാറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പൊടിയിലാണ് അരയ്ക്കാൻ പോണത്, അല്ലാതെ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടല്ല. അരച്ച് മാറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് താറാവ് കറി ഉണ്ടാക്കുന്നു. താറാവ് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ചുട്ടു തുടങ്ങുന്നു. എങ്ങനെയുണ്ടാവും? എളുപ്പമല്ലേ? തുടങ്ങാം. ആദ്യം നമുക്ക് അപ്പത്തിന് അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് അപ്പത്തിന് അരയ്ക്കാം. അപ്പോഴത്തെ 2 കപ്പ് വറുത്ത അരിപ്പൊടി. ഇത് അപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കടയിൽ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ലേ? പല പല കമ്പനീസിൻ്റെ ഉണ്ട്, പല ബ്രാൻഡ്സിൻ്റെ. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 കപ്പ് 240 ml ആണ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പിൻ്റെ മെഷർമെൻറ്റ്. നിങ്ങൾ 250 ആണെങ്കിലും കുഴപ്പമില്ല, സെയിം കപ്പിൽ തന്നെ എല്ലാ കാര്യവും അളന്നാൽ മതി. ഇത് 1 കപ്പ് തേങ്ങാ ചിരകിയത്. ഇത് 1 കപ്പ് വൈറ്റ് അവൽ, വെളുത്ത അവലുണ്ടായിരുന്നു, ബീറ്റൺ റൈസ്. ഓക്കെ, അതിൽ ഞാൻ ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചു. ഇപ്പോൾ വെച്ചതേ ഉള്ളൂ, 5 minutes അത്രേ ആയിട്ടുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും ആദ്യം ഇതിൻ്റെ പകുതി എടുക്കാം. ഒന്നിച്ചരച്ചാൽ ഇതിപ്പോൾ അരയില്ല, സ്പേസ് പ്രോബ്ലം. ചെറു ചൂടുവെള്ളം 2 കപ്പ് റെഡിയാക്കി വെക്കണം. അതിൽ 1 കപ്പ് വെള്ളം എടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്. ഇങ്ങനത്തെ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്. അത് 1 ടീസ്പൂൺ നിറച്ചെടുത്തു. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവലിൻ്റെ പകുതി എടുക്കുന്നു. ഓക്കെ, ഇത് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെയാണ്, നല്ലതായിട്ട് അരയ്ക്കണം, ഫൈനായിട്ട് അരയ്ക്കണം. ഇച്ചിരി കൂടെ അരയാനുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ചേർത്തല്ലോ, അതുകൊണ്ട് ആ ഒരു തരി ഉണ്ടാവും. ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് മാറ്റാം. അപ്പോൾ ഇത് പകുതി മാവിലാണ് ഇത്രയും ചെയ്തത്. ഇനി 1 കപ്പ് മാവ് ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. പല പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുന്നത്. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന കുതിർത്ത വെള്ളാവലും ഈസ്റ്റ് ഓൾറെഡി അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ബാക്കി മാവ്, ബാക്കിയിരിക്കുന്ന വെള്ളം. ഇതേപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. എല്ലാ മാവും അരച്ച് കഴിഞ്ഞു. ഇനി നേരത്തെ അരച്ച് വെച്ചതിൻ്റെ കൂടെ ഇതും കൂടി യോജിപ്പിക്കും. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ചെറു ചൂടുവെള്ളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അത്രേ വേണ്ടി വന്നുള്ളൂ. ഇതാണ് പാറ്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. അതും കൂടി ചേർത്താൽ ഗംഭീരമാകും. ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതിലും തേങ്ങയിലും ഉണ്ടല്ലോ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ആ തേങ്ങ അരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എക്സ്ട്രാ കിട്ടും. ഇപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി തേങ്ങയുണ്ട്. തേങ്ങ ഇല്ലാണ്ട് അരച്ച് ഉപയോഗിക്കുന്നവർക്കും ഈ വെളിച്ചെണ്ണ പ്രയോഗം നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അങ്ങനെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഏകദേശം 6 മുതൽ 8 മണിക്കൂർ സമയം ഫെർമെൻറ്റ് ചെയ്താൽ നല്ലത്. 6 hours കൊണ്ട് തന്നെ ഫെർമെൻ്റായി കിട്ടും, നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. അധികം തണുപ്പില്ലാത്ത കുറച്ചൊരു ചെറിയ ചൂടുള്ളൊരു സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ തണുത്ത പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 6 മണിക്കൂറിൽ ചിലപ്പോൾ ഫെർമെൻറ്റഡ് ആകണം എന്നില്ല, കുറച്ചുകൂടി സമയം എടുത്തേക്കാം. അല്ലെങ്കിൽ ഒരു ഒരു ബ്ലാങ്കറ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു വുളൻ ക്ലോത്തിൻ്റെ അകത്ത് വെച്ചിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട്
ഇങ്ങനെ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചാലും പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടും. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ 6 മണിക്കൂർ കൊണ്ട് കിട്ടും. അങ്ങനെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് മാറ്റിക്കഴിഞ്ഞു. ഇത് താറാവ് കറി, നാടൻ താറാവ്. ഇതിപ്പോൾ നാടൻ താറാവാണ്. ഈ നാടൻ താറാവ് എന്ന് പറയുമ്പോൾ നാടൻ കോഴിയാണെങ്കിലും നാടൻ താറാവാണെങ്കിലും ഫ്ലഷ് കുറവായിരിക്കും, ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ വേകുന്ന കാര്യത്തിലും കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഇപ്പം ബ്രോയിലർ, അതായത് ഫാമിലൊക്കെ വളർത്തി വരുന്ന ബ്രോയിലർ താറാവൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്രിസ്മസ് സീസണിൽ എല്ലാ കോൾഡ് സ്റ്റോറേജുകളിലും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ബ്രോയിലർ ആണെങ്കിലും. നല്ല ഫ്ലഷി ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്, ഈ നാടൻ താറാവ് കറി. ഇത് പക്ഷേ നാടൻ താറാവ് നമ്മുടെ വെള്ളായണി കയ്യിലെ താറാവാണ്. എനിക്ക് അവിടുന്ന് കിട്ടിയതാണ്. ചെറിയ പീസസ് ആയിട്ട് കറി പീസ് പോലെ കട്ട് ചെയ്തു. അപ്പോൾ ചില പീസസിലൊക്കെ സ്കിന്നോട് കൂടിയൊക്കെയാണ്. സ്കിൻ മീൻസ് അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ. അത് നല്ല നെയ്യാണ്, ഭയങ്കര നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. പക്ഷെ കുക്കറിൻ്റെ സഹായം വേണം. നല്ല ചുമന്ന പീസായിട്ട് തന്നെ വരും. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നാടനാണ്. പീസ് കാണുമ്പോൾ അറിയാമല്ലോ, ദിസ് ഇസ് എ നാടൻ താറാവ്, കോഴിയല്ല താറാവ്. ഓക്കെ, അതിൽ കുറച്ച് അതിൻ്റെ സ്കിന്നും ഒക്കെ ആയിട്ട് ചില പീസസും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങിയിട്ട് ആ സ്കിന്നിലൊക്കെ ധാരാളം ഫാറ്റ് ഉണ്ടാവും. കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. വേണമെങ്കിൽ നമുക്കിനി വിനീഗറിലൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം, വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടിട്ട്. അത് ലാസ്റ്റ് കഴിക്കാൻ മതി. നിങ്ങൾക്ക് ഈ ഫ്ലഷ് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കളറെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. വിനീഗറും ഉപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ ചിലപ്പോൾ കളറിന് ചെറിയൊരു മാറ്റം ഉണ്ടാകും. ഓക്കെ, ഒന്ന് കഴുകിയെടുക്കാം ഒന്നുകൂടി. കായലിലൊക്കെ വളരുന്നതായതുകൊണ്ട് ഇതിന് കുറച്ച് ചേറിൻ്റെയൊക്കെ ഒരു മണം കൂടുതലായിട്ടുണ്ടാകും ചിലപ്പോൾ. അതെല്ലാം മാറും. നമ്മൾ വിനാഗിരി ഇട്ട് നന്നായിട്ട്, വിനാഗിരിയും ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കഴുകും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കും പുരട്ടിയിട്ട്. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ താറാവ് കറിക്ക് നല്ല നെയ്യ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അത് ഫൈനലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ടി വരില്ല. ഇനി ഉള്ളി ഒരു 2 സവാള ഞാനിങ്ങനെ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ചു. 2 പച്ചമുളക് 2 പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചതയ്ക്കാനുള്ള കാര്യങ്ങൾ, ഒരു 10-12 കൊച്ചുള്ളി, പിന്നെന്താ ഒരു 10-12 വെളുത്തുള്ളിയുടെ വലിയ അല്ലി, വലിയ കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയുണ്ട്. ഇനി കുറച്ച് കുരുമുളകും കൂടി വേണം. എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം 1 by 1. ഓക്കെ, അപ്പോൾ ചതച്ചെടുക്കാം. വെളുത്തുള്ളി ആദ്യം ചതച്ച് മാറ്റാം. വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചേർത്ത് തന്നെ ചെയ്യണം. ഇഞ്ചിയായി, വെളുത്തുള്ളിയായി, ഇനി കൊച്ചുള്ളി. ഈ രീതിയിൽ കൊച്ചുള്ളിയും ചതച്ച് കഴിഞ്ഞു. കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ചതക്കട്ടെ. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് ചതച്ചെടുക്കാം. ഒരു തരുവരപ്പായിട്ട് ചതച്ച് കെട്ടി, അത്രയും മതി. അങ്ങനെ ചതക്കൽ പ്രോസസ്സ് ഇസ് ഓവർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. നമ്മൾ കുക്കറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ താറാവ് റെഡി, ചതച്ച കാര്യങ്ങൾ, ചെറിയ ഉള്ളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡി. പച്ചമുളക് 2ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 സവാള ഹാഫ് സ്ലൈസസ് ഉണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഉപ്പ്, 2ആം പാൽ ഒഴിക്കുന്നു. എല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇതിൽ ടൊമാറ്റോ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ചേർക്കുന്നു. കുക്കറിലേക്ക് താറാവിൻ്റെ കഷ്ണങ്ങൾ, നാടൻ താറാവാണ്, അതുകൊണ്ടാണ് കുക്കർ ഉപയോഗിക്കുന്നത്. ഇതിനകത്തേക്ക് ചതച്ച കൊച്ചുള്ളി, ചതച്ച വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി, അതുപോലെ കുരുമുളക്, 2 പച്ചമുളക്, വലിയ പച്ചമുളക് 2 2ആയി പിളർന്നതും, 2 സവാള ഹാഫ് സ്ലൈസസ്, 1 ടീസ്പൂൺ നിറച്ചെടുക്കുക മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതിൽ കുരുമുളക് പൊടിയുടെ എരിവുണ്ട്. മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 1.5 എടുക്കുന്നില്ല, 1.25 ടേബിൾ സ്പൂൺ.
മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. വലിയ സ്പൂണിൻ്റെ 1.5, 1.5. ഇനി 1 ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി പെരിഞ്ജീരകം പൊടിച്ചതില്ലെങ്കിൽ പെരിഞ്ജീരകം ചതച്ച് ചേർത്താലും മതി. ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുക. ഇതാണ് എൻ്റെ പാകം. ഇനി കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2ാം പാല് ഒരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആകാം. ഓക്കെ. പിന്നെ ഇത് ബ്രോയിലർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വെള്ളമൊന്നും താറാവിൽ നിന്നും ഇറങ്ങില്ല. പിന്നെ ഇത് ബ്രോയിലർ താറാവാണെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഉരുളിയിലോ വലിയൊരു പാത്രത്തിലോ ചട്ടിയിലോ വേവിക്കുകയാണെങ്കിൽ കുക്കർ ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ പക്ഷേ തേങ്ങാപ്പാലിൻ്റെ അളവ് 2.5 കപ്പ് ഒഴിക്കണം. ഓക്കെ. ഇതിനകത്തേക്ക് കട്ടി കുറഞ്ഞ പാല്, 2ാം പാല്. ഇനി കുക്കർ അടച്ചിട്ട് ഫസ്റ്റ് വിസിൽ ഫുൾ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഒരു 3-4 വിസിലും കൂടി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് വേകും. കുക്കർ അടയ്ക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു, വയ്ക്കുന്നു. ഇത്ര. ഇനി കുറച്ച് നേരം കഴിയട്ടെ. ഇതൊന്ന് വേകുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തീ അല്പം കുറയ്ക്കും. എന്നിട്ടൊരു 3-4 വിസിൽ ലോ ഫ്ലെയിമിൽ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അപ്പത്തിൻ്റെ ബാറ്ററും റെഡി. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാം. കുക്കർ നല്ല ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടപ്പോൾ തീ കുറച്ചു. ചെറിയ തീയിൽ 4 വിസിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ചു. ഇപ്പോൾ തുറന്ന് നോക്കിക്കോളൂ. യെസ്, അടിപൊളിയായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നു. നോക്കി കാണുന്നുണ്ടോ? ഈ ഓയിലെന്ന് പറയുന്നത് ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചില്ല. അല്ലാണ്ട് നമ്മൾ വേറൊന്നും ചേർത്തില്ലല്ലോ. ആ ഡക്കിലുള്ള നെയ്യാണ് ഈ എണ്ണയായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നത്. അത് ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം അടുത്ത ലാസ്റ്റ് വർക്ക്. ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? ഒരു കാര്യം മാത്രം. ഇനി ഉരുളിയിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണം ടൊമാറ്റോ ഇട്ടിട്ട്. ആൻഡ് ലാസ്റ്റ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1-1.5, നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് 1 മുതൽ 1.5 കപ്പ് വരെ ആകാം. 1ാം പാൽ. പിന്നെ കുറച്ച് കറിവേപ്പില എക്സ്ട്രാ ഇടും. അപ്പോൾ കുക്കറിൽ ഉണ്ടായിരുന്ന ഡക്ക് വിത്ത് ഗ്രേവി നോക്കി, നല്ല കുറുകിയ ഗ്രേവി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഈ രീതിയിൽ തന്നെ കഴിക്കാൻ എന്താ ടേസ്റ്റ്. പക്ഷേ ഇതിൽ പുളിയുടെ അംശമൊന്നുമില്ലല്ലോ, നമ്മളൊന്നും ചേർത്തിട്ടില്ല. ടൊമാറ്റോ 2 മീഡിയം ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയതും പൊടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കും. കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയൊക്കെ ലാവിഷ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല 1-ാം തരം കറിയായിട്ട് മാറിക്കഴിഞ്ഞു. താറാവ്, നാടൻ താറാവ്, നാടൻ കറി. കുറച്ച് ഉപ്പും കൂടി വേണം, അതും കൂടി ചേർക്കണം. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വാടണം. അതിൻ്റെ പുളി അല്പം ഒന്ന് ഇറങ്ങണം കറിയിൽ. ഇപ്പോൾ തന്നെ ഗംഭീരമാണ്, കാണുമ്പോൾ അറിയില്ലേ. നോക്കിയേ, നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ടൊമാറ്റോ ഒക്കെ വാടി തുടങ്ങി. നല്ല 1-ാം തരം കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഗംഭീരമാണ്. കാഴ്ചയിൽ തന്നെ എന്താ ഭംഗി അറിയാം. ഇത് തേങ്ങാപ്പാൽ ഇനി സെക്കൻഡ് റൗണ്ട് ഒഴിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി പാലൊഴിക്കുന്നു. നല്ല കുറുകിയ പാലൊഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് ഡൈല്യൂട്ടാകും. എത്ര ചാറ് വേണം അതനുസരിച്ചിട്ടാണ്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആകാം. നല്ല ഇപ്പോഴും നല്ല തിക്നെസ് ഉണ്ട്. ചെറിയൊരു തള വരട്ടെ, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. അങ്ങനെ നാടൻ താറാവ് കറി റെഡി. ഒരു ചെറിയ തള വന്നാൽ മതി. ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ. അല്പം ഉപ്പും കൂടി ആകും. വീണ്ടും കറിവേപ്പില കുറച്ചുകൂടി ഇടാൻ തോന്നുന്നു. യെസ്, ഫ്രഷ്. അങ്ങനെ 1.5 താറാവ് കറി റെഡി. ഇനി ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എന്തിൻ്റെ കൂടെ ആകാം. ചോറിൻ്റെ കൂടെ നല്ലതാണ്, അപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പം, വട്ടയപ്പം ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോണത്.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഉണ്ടാക്കാം, ലഞ്ചിന് വേണമെങ്കിലും. അപ്പോൾ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ താറാവ് കറി ഉണ്ടാക്കാം. തിള വന്നു തുടങ്ങി, തീ ഓഫ് ചെയ്യും. ഇനി പാത്രത്തിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നാൽ മതി. തീ ഓഫ് ചെയ്തു. ഫിനിഷ്ഡ്. അടിപൊളി. ഓക്കെ, താറാവ് കറി നാടൻ. ഒരു സാധനം കൂടി ഞാൻ ചേർക്കാൻ പോണു. അതായത് പെരുംജീരകം പൊടി 1 ടീസ്പൂണാണ് നേരത്തെ ചേർത്ത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഗരം മസാല ഐറ്റം ഒന്നും നമ്മളങ്ങനെ ചേർക്കുന്നില്ല. ഗരം മസാല പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഇങ്ങനെ നല്ലൊരു മസാലയുടെ മണം കൂടി കിട്ടും. ഇനി ഇത് താറാവിൻ്റെ നെയ്യ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരല്പം വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കും. എന്നാലല്ലേ നമുക്കൊരു നല്ല വെളിച്ചെണ്ണയുടെ മണം കിട്ടും. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 വരെ ആകാം. വെളിച്ചെണ്ണയുടെ മണം കൂടി വന്നപ്പോൾ പെർഫെക്റ്റ്. 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ലാസ്റ്റ്. എക്സ്ട്രാ കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞു. പെർഫെക്റ്റ് ഡൺ. കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കി തന്നെ മനസ്സിലാക്കണം. അത്ര നല്ലതാണ് ഈ ഒരു താറാവ് കറി, നാടൻ താറാവ് കറി. അപ്പോൾ ബ്രോയിലർ താറാവിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നാടൻ താറാവിലും ചെയ്യാം. ബ്രോയിലർ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഉരുളിയിൽ വെച്ച് ചെയ്താൽ മതി. നാടനാണെങ്കിൽ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ അത്രയും സമയം വേണ്ടി വരും. ഈ രീതിയിൽ ചെയ്യാം. എരിവൊക്കെ കറക്റ്റായിട്ട് നല്ല കുരുമുളകിൻ്റെയും മുളകിൻ്റെയും മുളക് പൊടിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ലോണം ഉണ്ട്. തേങ്ങാപ്പാലിൻ്റെയും എന്താ പറയുക, വെളിച്ചെണ്ണയുടെ എല്ലാം കൂടി ഒരു സമ്മിശ്ര സമ്മേളനം. അടിപൊളി. എനിക്ക് ശരിക്കും ഉപ്പ് നോക്കിയിട്ട് മതിയാവുന്നില്ല, പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഫെർമെൻറ്റഡ് ബാറ്റർ നോക്കിയാൽ നല്ല പതഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പ് അരച്ച സമയത്ത് ഞാൻ ചേർത്തിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. അപ്പോൾ ഇനി ഇളക്കുന്നത് കുറച്ച് എന്താ പറയുക, ഒരുപാടിട്ട് ഇളക്കി ഇതാക്കണ്ട. അപ്പോൾ അത് ഇറങ്ങാത്ത രീതിയിൽ ഇളക്കി എടുത്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ട് ഒരു ആവശ്യത്തിനുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ കണക്കിനാണ് ഇരിക്കുന്നത് ഈ സമയത്ത്. അത്യാവശ്യം കട്ടി ഉണ്ടാവും, ഇത് ലൂസാക്കുന്നില്ലല്ലോ. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി മാവിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കറക്റ്റ് ലൂസാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റുന്ന പാകത്തിനാക്കിയിട്ട് നമുക്ക് സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിന്നും നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക്, ഇതിൽ നെയ്യ് തടവിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് മാവ് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റ് വട്ടയപ്പം ഉണ്ടാക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇനി ഇത് സ്റ്റീമറിലേക്ക് മാറ്റുന്നു. ഒരു 20-30 മിനിറ്റ് ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ മേളിലൊരു അലൂമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം ആവി വീഴാണ്ടിരിക്കാനാണ്. പേപ്പർ അല്ലെങ്കിൽ വീണിട്ട് അത് സ്പോയിലാകും. ഇല കൊണ്ട് കെട്ടിയാലും മതി, വാഴ ഇല കൊണ്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവിലേക്ക് കുറച്ച് ഒന്നുകിൽ വെള്ളം ഒഴിക്കാം. വെള്ളമാണ് സാധാരണ ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തല്ലേ. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങാപ്പാൽ എക്സസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കോരി ഒഴിച്ച് ചുറ്റിക്കാനായിട്ട് മതി. ഇത് എണ്ണ തടവാം. ഇനി നിറയെ ഹോൾസ് വരും. അത് കഴിഞ്ഞിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ മതി. നോക്കേ, ഹോൾസ് വരുന്നത് അടച്ചു കൊടുക്കാം. റെഡി. നിറയെ ഹോൾസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടച്ചിടാം. ഓക്കെ, രണ്ടാമത്തെ അപ്പവും റെഡി. ഇതെല്ലാം പാലപ്പം സ്റ്റൈലാണ്.
അപ്പോൾ ഇതൊരു സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ നാടൻ താറാവ് കറിയുടെ കൂടെ. അപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് താറാവ് കറി അല്ലെങ്കിൽ കോഴിക്കറി എന്നൊക്കെ. അല്ലാതെ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയുടെ കൂടെയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. ചമ്മന്തിയുടെ കൂടെ കഴിക്കാം, ചിലപ്പോൾ സാമ്പാറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചിലർക്ക് അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷനായിട്ട് ഇപ്പോൾ താറാവ് കറി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അതെ, വട്ടയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം ചുട്ടു എനിക്കൊരു ഐഡിയ, ഞാനൊരു പൂ ഷേപ്പിലൊരു അപ്പം കൂടി ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ പൂ പോലത്തെ ഒരു അപ്പം. അത് സെൻറ്റർ പീസായി. താറാവ് കറി ഇങ്ങനെ സെറ്റായിരിക്കണം അടിപൊളിയായിട്ട്. അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ, നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. പിന്നെ കുറച്ചുകൂടി വൈറ്റ് കളറിൽ ഇത് കിട്ടും. എങ്ങനെ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയിൽ തേങ്ങയുടെ ചിരട്ടയുടെ ഭാഗം വരാണ്ട് കറക്റ്റ് വൈറ്റ് പോർഷൻ മാത്രമാക്കി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വെള്ള നിറത്തിൽ വട്ടയപ്പം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്ത തേങ്ങയിൽ അതും കൂടി ചേർന്ന് വന്നതാണ്, ബ്രൗൺ കളറും കൂടി ചേർന്ന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ അലുക്കുകളൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് ഒരു വട്ടയപ്പമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് എളുപ്പമല്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ അപ്പവും നാടൻ താറാവ് കറി, 2 തരം അപ്പം. ആദ്യം വട്ടയപ്പത്തിൽ തന്നെ തുടങ്ങാം. ആഹാ, ഒരു രക്ഷയില്ല. സോഫ്റ്റ് അപ്പം. ഒന്നും പറയുന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കാം. അതായത് ക്രിസ്മസ് ദിനം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും എല്ലാ വീടുകളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലെല്ലാം തന്നെ പാലപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനോടൊപ്പം ചിക്കൻ സ്റ്റൂവോ മട്ടൺ സ്റ്റൂവോ അങ്ങനെയൊക്കെ മാറി മാറി പലരും പലതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാടൻ താറാവ് കറിയാകാം, താറാവ് മപ്പാസാകാം, അങ്ങനെ പല പല ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ പറയുന്നു ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈ ഒരു നാടൻ താറാവ് കറിയും. അപ്പോൾ സൂപ്പറായിരിക്കും. അതിൻ്റെ കൂടെ ബാക്കി കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില വീടുകളിൽ ഒരു സ്റ്റാർട്ടർ പോലെ അപ്പവും കാണും, ഒരു ഫസ്റ്റ് കോഴ്സ്. ഓക്കെ, അപ്പം വിത്ത് ഒരു കാര്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ്, ആദ്യം തുടക്കത്തിലൊരു കട്ട്ലേറ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. സ്റ്റാർട്ടറായിട്ട് കട്ട്ലേറ്റ്, പിന്നെ ഫസ്റ്റ് കോഴ്സ് അപ്പം വിത്ത് കറി, പിന്നെ ചോറും അതിൻ്റെ 2 കറികൾ അങ്ങനെ. അപ്പോൾ അതിനും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാക്കി കാണിക്കുന്നത്, ഒരു കോംബോ. ഓക്കെ, പീസസ് കണ്ടോളൂ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് തീർക്കാം. ഓക്കെ, നിങ്ങളെല്ലാം ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.